തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസൺ ഔസേപ്പിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആതിരയെ വിവാഹം കഴിക്കണമെന്ന് പ്രതി യുവതിയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നതായി പോലീസ്. ബന്ധം കുടുംബം നിരസിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതി പോലീസിന് നൽകിയ മൊഴി. കോട്ടയത്ത് നിന്നും പിടിയിലായ ജോൺസൺ ഔസേപ്പിനെ ഇന്നലെ രാത്രിയോടെയാണ് തിരുവനന്തപുരത്തെത്തിച്ചത്. രാവിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പലതവണ ആതിരയുടെ ഭർത്താവിനോടും കുടുംബത്തിനോടും ആതിരയെ തന്റെയൊപ്പം അയക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായാണ് ജോൺസൺ പോലീസിന് നൽകിയ മൊഴി. കുടുംബം ഇക്കാര്യത്തിൽ ആതിരയെ വിലക്കിയിരുന്നു. പിന്നാലെ ഒരുമിച്ച് താമസിക്കാമെന്ന തീരുമാനത്തിൽ നിന്ന് ആതിര പിന്മാറിയതോടെയാണ് ജോൺസൺ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാൽ പറഞ്ഞു. അതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടെ ചെല്ലാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനകത്ത് കുറേ ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അല്ല, ഇവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വേണ്ട ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതിനെ തുടർന്നാണ് ആതിര അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോകാതെ വരുന്നത്. ജോൺസണും ആതിരയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒളിവിൽ പോയതിനു പിന്നാലെ വിഷം കഴിച്ച ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചതോടെയാണ് പ്രതിയെ തിരുവനന്തപുരത്തെത്തിച്ചത്. ഈ മാസം 21-നാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ആതിരയെ ശാരീരിക ബന്ധത്തിനിടെ പ്രതി കഴുത്തറുത്തു കൊലപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.